ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. ഇറ്റ്സ് മീ ഷുഹൈദ് CM. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സിൽ 5th ചാപ്റ്ററായ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 5.3 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്പർ 3 നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ഏകദേശം 10ഓളം സബ് ഡിവിഷനാണ് നമുക്ക് ഈ ചോദ്യത്തിലുള്ളത്. അപ്പോൾ അതിൽ ഓരോന്നും നമുക്കൊന്ന് ചെയ്തു നോക്കാം. 10 സബ് ഡിവിഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഓരോന്നായിട്ട് ചെയ്തു പോകാം. ആദ്യം ഗിവൺ A = 5, D = 3, AN = 50 ആൻഡ് ഫൈൻഡ് N ആൻഡ് SN. നമുക്ക് തന്നിട്ടുള്ള ഓരോ ടേംസുകൾ നമുക്കൊന്ന് നോക്കാം. A = 5 തന്നിട്ടുണ്ട്, D = 3 തന്നിട്ടുണ്ട്, AN = 50 തന്നിട്ടുണ്ട്. ഇതിൽ ഏതിനാണ് ഇക്വേഷൻ ഉള്ളത്? AN-നാണ് ഇക്വേഷൻ ഉള്ളത്. A = 5-ന് ഇക്വേഷൻ ഇല്ല. D = എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, അതിനും ഇക്വേഷൻ ഇല്ല. AN = 50 എന്നുള്ളതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാനിവിടെ കൊടുക്കാൻ പോവാണ്. എന്താണ് AN-ന്റെ ഇക്വേഷൻ? പറഞ്ഞേ. A + n - 1 × D. ഇതിൽ എയും നമുക്കറിയാം, ഡിയും നമുക്കറിയാം. അപ്പോൾ അത് ഞാനിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എ എന്ന് പറയുന്നത് 5 ആണ്, ഡി എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. n × 3 എന്ന് പറഞ്ഞാൽ 3n, ദെൻ മൈനസ് ഇട്ടു. 1 × 3 3, 5 - 3 എന്ന് പറഞ്ഞാൽ 2 ആണ്, പ്ലസ് 3n = 50 വരും. ഇനി ഈ 2-നെ എപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ 50 - 2 48 കിട്ടും. ഓക്കെ, ദെൻ 3n = 48 ആണ്. അതിൽ നിന്ന് n = ഈ 3 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനാണല്ലോ, അതിപ്പുറം വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. 48/3 എന്ന് കിട്ടും. 48-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4-ൽ എത്ര 3 ഉണ്ട്? 1. 1 3s are 3. 4 - 3 1 കിട്ടും. 8-നെ നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യുമ്പോൾ 18 ആയി. 18-ൽ എത്ര 3 ഉണ്ട്? 6 3s are 18. അപ്പോൾ n-ന്റെ വാല്യൂ കിട്ടിയ എത്രയാ? 16. ഓക്കെ, n കിട്ടി എത്രയാ? 16. ഇനി SN കാണണം. SN കാണാനുള്ള ഇക്വേഷന് n/2 × A + L ആണ്. ഇവിടെ A നമുക്കറിയാം 5 ആണ്, പക്ഷേ L നമുക്കറിയില്ല. ഓക്കെ, സോറി, n നമുക്ക് തന്നിട്ടുണ്ട്. L എന്ന് പറയുന്നത് AN ആണല്ലോ ലാസ്റ്റ് ടേം, അത് 15 ആണ്. അതിവിടെ കൊടുത്തു. n 16, അപ്പോൾ 16/2. A5 AN ലാസ്റ്റ് ടേം 50. 16/2 എന്ന് പറയുന്നത് 8 ആണ്. 50-ലോട്ട് 5 കൂട്ടിയാൽ 55 കിട്ടും. 8 5s are 40. 40ക്ക് 0 റിമൈൻഡർ 4 ഉണ്ടാവും. 8 5s are 40. 40 + 4 44. ഓക്കെ, അപ്പോൾ n = 16 എന്നും S16 = 440 എന്നും കിട്ടി. ഇനി നമ്മളുടെ രണ്ടാമത്തെ ചോദ്യം, ഗിവൺ A = 7, A13 = 35, ഫൈൻഡ് D ആൻഡ് S13. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം ആയ A = 7 തന്നിട്ടുണ്ട്, A13 = 35. A13 കാണാനുള്ള ഇക്വേഷൻ എന്താ? A13 കാണാനുള്ള ഇക്വേഷൻ എന്താ? A + 12D. A13 എന്താണ്? A + 12D. A + n - 1 × D എന്നാണല്ലോ. n 13 ആണ്, അപ്പോൾ 13 - 1 12. അപ്പോൾ A13 നമ്മൾ എങ്ങനെ എഴുതാ? A + 12D = 35. ഓക്കെ, A എന്ന് പറയുന്നത് എത്രയാ? 7. അപ്പോൾ 7 + 12D = 35. ഈ +7 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 12D = 35/7. സോറി, 35 - 7. 35 - 7 നമുക്ക് എത്ര കിട്ടും? 28 കിട്ടും. ഓക്കെ, ദെൻ D = 28/12 എന്ന് കിട്ടും. 28/12 എന്ന് പറയുന്നത് ഡിവിസിബിൾ അല്ല, നമുക്കതിനെ വേണമെന്നുണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, 28/12-നെ 4 കൊണ്ട്, രണ്ടിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 28/4 നമുക്ക് ചെയ്യുമ്പോൾ 7 കിട്ടും. 12/4 നമുക്ക് 3 കിട്ടും. സോ D കിട്ടി 7/3. ഓക്കെ, D കിട്ടി എത്രയാ? 7/3. ഇനി S13 കാണണം. S13 എന്ന് പറഞ്ഞാൽ എന്താ? n/2. n 13 ആണ്. SN എന്ന് പറഞ്ഞാൽ n 13 ആണ്. അപ്പോൾ 13/2. A + L. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 7 ആണ്. L എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം A13, അത് 35 ആണ്.
ഓക്കെ, അപ്പോൾ 13/2 ഇൻറ്റു 35 7 കൂട്ടിയാൽ 42 എന്ന് കിട്ടും. 42ൻ്റെ പകുതി നമുക്ക് കാണാമല്ലോ, ഒന്നെങ്കിൽ 13/2 ചെയ്യാം അല്ലെങ്കിൽ 42/2 ചെയ്യാം. 42/2 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 21. ദെൻ 21 ഇൻറ്റു 13 ചെയ്യണം. ഓക്കെ, 21നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 3s are 3 വരും, 2 3s are 6 വരും. ഓക്കെ, ദെൻ 1 1s are 1, 1 2s are 2. ആഡ് ചെയ്യുമ്പോൾ 3 7 2 273. Okay, then third one, given A12 equal to 37, D equal to 3, find A and S12. ഇവിടെ A12 തന്നിട്ടുണ്ട്. A12 എന്ന് പറഞ്ഞാൽ 37 ആണ്. എങ്ങനെയാണ് A12 ചെയ്താ? A plus 11D. A plus 11D. അപ്പോൾ A plus 11 ഇൻറ്റു D എത്രയാണ്? D 3 ആണ്. D എത്രയാണ്? 3 ആണ്. അപ്പോൾ 11 ഇൻറ്റു 3. 11 ഇൻറ്റു 3 എത്രയാ? 33. ഇനി ഈ പ്ലസ് 33നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ 37 മൈനസ് 33 എത്ര കിട്ടും? 4 കിട്ടും. അപ്പോൾ A4 കിട്ടി. ഇനി S12 കാണണം. എന്താ S12 കാണാൻ ഇക്വേഷൻ? n/2 ഇൻറ്റു A പ്ലസ് L. n12 ആണ്. n12 ആണ്. അപ്പോൾ 12/2 ഇൻറ്റു A4 ആണ്. A12 എന്നാണ് ലാസ്റ്റ് ടേം വരിക. അപ്പോൾ അത് 37 ആണ്. 12/2 6. 37 plus 4 41. Then 1 6 are 6, 6 4s are 24. 246 കിട്ടും. Okay, 246 കിട്ടും. Then fourth question, A3 equal to 15, S10 equal to 125, Dയും A10ഉം കാണണം. അപ്പോൾ A3 തന്നിട്ടുണ്ട്. A3 15 ആണ്. A3 എന്ന് പറഞ്ഞാൽ A plus 2D, അത് 15 ആണ്. ഇവിടെ എയുടെ വാല്യൂ നമുക്കറിയില്ല, ഡിയുടെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ 2 ലെറ്റർ ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ ആണോ മക്കളെ? A3 എങ്ങനെ എഴുതുക? A plus 2D equal to 15 എഴുതി. ഇനി നമുക്ക് തന്നിട്ടുള്ളത് S10 equal to 125 ആണ്. അപ്പോൾ ഞാൻ S10 കാണാനുള്ള ഇക്വേഷൻ എഴുതി. എന്താ S10 കാണാനുള്ള ഇക്വേഷന്? 10/2. n/2 ആണല്ലോ. അപ്പോൾ 10/2 ഇൻറ്റു A പ്ലസ് ലാസ്റ്റ് ടേം എന്താണ്? A10. ഓക്കെ, n/2 ഇൻറ്റു A. ഫസ്റ്റ് ടേം A ആണ്, ലാസ്റ്റ് ടേം A10 അഥവാ 10th ടേം ആണ് ലാസ്റ്റ് ടേം. ഇനി ഇതിൽ 10/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 ആണ്. എനെ ഞാൻ A ആക്കിയിട്ട് തന്നെ എഴുതി. A10 നമുക്ക് എങ്ങനെ എഴുതാം? A plus 9D എന്ന് എഴുതി കൂടെ. ഇനി ഈ 5നെ പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ 125/5 എന്ന് വരും. A plus A 2A വരും. അപ്പോൾ 2A plus 9D equal to 125/5. എത്രയാണ് 125/5 വരുന്നത്? 125 എത്ര 5 ഉണ്ടെന്നാണ് ചോദ്യം. എത്ര എണ്ണം ഉണ്ടാ? 25 എണ്ണം വരും. ഓക്കെ, അപ്പോൾ 2A plus 2D equal to 25 എന്ന് വരും. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആയി, ഇക്വേഷൻ നമ്പർ 2 ആയി. രണ്ടും ഒന്ന് കമ്പയർ ചെയ്തേ. ഏതെങ്കിലും ഒരു ലെറ്ററിൻ്റെ കൂടെയുള്ള നമ്പർ സെയിം ആവണം. എന്റെ കൂടെ സെയിം അല്ല, ഡിയുടെ കൂടെയും സെയിം അല്ല. അപ്പോൾ അതിനെ നമ്മൾ സെയിം ആക്കണം. അതിന് ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കാരണം ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ആണ്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ആവൂലേ? അപ്പോൾ പെട്ടെന്ന് തീരും അല്ലേ? അപ്പോൾ 1നെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 ഇൻറ്റു A 2A, 2 ഇൻറ്റു 2 4D, ദെൻ 15 ഇൻറ്റു 2 30 കിട്ടും. ഇനി ഇക്വേഷൻ നമ്പർ 3യിൽ നിന്നും ഇക്വേഷൻ നമ്പർ 2 മൈനസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 3യിൽ നിന്ന് 2 മൈനസ് ചെയ്യാണ്. 2A 2A പോയി. അപ്പം ഇനി A ഉണ്ടോ? ഇല്ല. 4D 9D പോയി. 4 9 പോകൂല. അപ്പോൾ 9 4 കുറച്ചിട്ട് 9 കുറച്ചിട്ട് മൈനസ് ഇടണം. അപ്പം -5 കിട്ടും. ഓക്കെ, എങ്ങനെയാ? 4 9 പോകൂല. അപ്പോൾ 9 4 കുറച്ചിട്ട് മൈനസ് ഇടാം. ഓക്കെ, അപ്പോൾ -5D. 30 25 പോയാൽ 5. ഇനി -5 ഇൻറ്റു ചെയ്യാൻ അവിടെ, അത് ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആവും. ഈ -5 ഇൻറ്റു D എന്നുള്ളത് ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ 5/-5 -1. അപ്പോൾ D കിട്ടിയ എത്രയാ? -1. ഇനി A10 കാണാലോ. എന്താ A10 കാണാൻ? അതിനു മുമ്പ് നമുക്ക് A കാണണ്ടേ നമുക്ക് A. അപ്പോൾ A കാണാൻ A plus 2D equal to 15 ആണ്. അപ്പോൾ A plus 2 ഇൻറ്റു D എത്രയാ? -1 ഈക്വൽ ടു 15 ആണ്. അപ്പോൾ A -2 ഈക്വൽ ടു 15. -2 അപ്പുറം വരുമ്പോൾ എന്താവും? +2 ആവും. 15 + 2 17. ഇനി നമുക്ക് A10 കാണാലോ. എന്താ A10 കാണാൻ? A plus 9D. A 17 ആണ്. അപ്പോൾ 17 plus 9 ഇൻറ്റു -1. 9 ഇൻറ്റു -1 എത്രയാ? -9. 17 9 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും?
8 ഉണ്ടാവും. അപ്പോൾ 8 എണ്ണം എത്രയാണ്? 8. ഓക്കെ. ഇനി അഞ്ചാമത്തെ ചോദ്യം ഗിവൺ d ഈക്വൽ ടു 5 ഗിവൺ d ഈക്വൽ ടു 5 S9 ഈക്വൽ ടു 75 എയും കാണണം A9ഉം കാണണം. ഓക്കെ. അപ്പോൾ S9 ഈക്വൽ ടു 75 തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ S9 വെച്ചിട്ടുള്ള ഇക്വേഷൻ 9 സം കാണാൻ ഇക്വേഷൻ കൊടുത്തത് എന്താ? n/2. അപ്പോൾ 9/2 A പ്ലസ് L ഈക്വൽ ടു 75. ഓക്കെ. A പ്ലസ് 9/2 ഈ ബൈ 2 9/2 ചെയ്യുമ്പോൾ പോയിന്റ് വരില്ല മക്കളെ. അപ്പോൾ ഈ ബൈ 2 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ബൈ 2 ഇപ്പുറം വരുമ്പോൾ എന്താവും? ഇൻറ്റു 2 ആവും. ഇനി 9 ടേം ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് A9 ആണല്ലോ. അപ്പോൾ A പ്ലസ് A9 എന്ന് കൊടുത്തു. ഇനി 75 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 150 കിട്ടും. ഈ 9 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതിനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ അതിവിടെ ഡിവിഷനായി. ഈ സ്റ്റെപ്പ് എങ്ങനെ വന്നതെന്നാണ് പറയുന്നത് കേട്ടോ. 75 ഇൻറ്റു 2 150 കിട്ടും. ദെൻ ഇത് 9 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് ഇപ്പുറം വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. ദെൻ A9 നമുക്ക് A പ്ലസ് 8D എന്ന് എഴുതാം. എയും കൂട്ടിയാൽ 2A പ്ലസ് 8D ഈക്വൽ ടു ഇതിനെ ഞാനൊന്ന് ചെറുതാക്കി 3 വെച്ച് ഡിവൈഡ് ചെയ്തു. 150യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50ൽ എത്ര 3 ഉണ്ട്? 5. പിന്നെ ഒരു 0 50. 9ൽ എത്ര ഉണ്ട്? 3. ഓക്കെ. A പ്ലസ് A 2A 8D. ഇനി ഇവിടെ D നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 5. D എത്രയാ? 5. അപ്പോൾ 2A പ്ലസ് 8 ഇൻറ്റു 5 ഈക്വൽ ടു 50/3 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ 2A പ്ലസ് 8 ഇൻറ്റു 5 40 ഈക്വൽ ടു 50/3. ഇനി ഈ 40 എപ്പുറം കൊണ്ടുവരും. ഓക്കെ. അപ്പോൾ 50/3 മൈനസ് 40 എന്ന് വരും. ഏതൊരു സംഖ്യയുടെയും താഴെ 1 ഉണ്ടാകും. ഇനി നമുക്ക് ക്രോസ് ചെയ്യാലോ. 50 ഇൻറ്റു 1 50 മൈനസ് 3 ഇൻറ്റു 40 120 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 3. 50 120 പോകൂല. അപ്പോൾ 120 50 മൈനസ് ചെയ്താൽ മതി. എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കുക. 120 50 പോയാൽ 70 കിട്ടും. അഥവാ മൈനസ് 70 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഓക്കെ. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ 2A അപ്പുറം കൊണ്ടുവന്നു. 2 അപ്പുറം കൊണ്ടുവന്നു. A ആണല്ലോ നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ 2 ഞാൻ ഇപ്പുറം കൊണ്ടുവന്നു. 2 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ ഡിവിഷനിൽ വരും. അപ്പോൾ മൈനസ് 70/2 എന്ന് വരും. 70യുടെ പകുതി എത്രയാ? 35 ആണ്. ഓക്കെ. സോ അപ്പോൾ A കിട്ടി മൈനസ് 35/3 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല 3 കൊണ്ട്. പറ്റുമോ? ഇല്ല. ഓക്കെ. ദെൻ A9 കാണാൻ പറഞ്ഞു. A കിട്ടിയപ്പോൾ മൈനസ് 35/3 കിട്ടി. A9 കാണണം. A പ്ലസ് 8D ആണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 35/3 പ്ലസ് 8 ഇൻറ്റു D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. 8 ഇൻറ്റു 5 40 ആണ്. ഓക്കെ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ക്രോസ് ചെയ്യണം. ഇതിൻ്റെ താഴെ 40യുടെ താഴെ എന്തുണ്ടാവും? 1 ഉണ്ടാകും. ദെൻ മൈനസ് 35 ഇൻറ്റു 1 മൈനസ് 35. 3 ഇൻറ്റു 40 പ്ലസ് 120 കിട്ടും ഡിവൈഡഡ് ബൈ 3. 120 35 മൈനസ് ചെയ്യണം. 120 20 പോയാൽ 100 ആയി. അതിൽ നിന്ന് പിന്നെ ബാക്കിയുള്ളത് 15 ആണ്. 10 പോയാൽ 90 ആയി. 5 പോയാൽ 85 ആയി. ഓക്കെ. ഇനി 85/3 ചെയ്യാൻ പറ്റുമോ? അതിന് 8 5 ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. 8ക്ക് 5 കൂട്ടിയാൽ എത്ര? 8 2 13 13. 13 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പോൾ 85/3യും ഡിവിസിബിൾ അല്ല. അത് 85/3 ആയിട്ട് തന്നെ കടന്നോട്ടെ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് മൈനസ് 35/3യും കിട്ടി. ലാസ്റ്റ് ടേം 9th ടേം നമുക്ക് 85/3യും കിട്ടി. ഓക്കെ. ദെൻ 6th ക്വസ്റ്റ്യൻ. A ഫസ്റ്റ് ടേം 2 ആണ്. D 8 ആണ്. SN 90 ആണ്. ഫൈൻഡ് N ആൻഡ് AN. ഓക്കെ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ നമുക്ക് SN മാത്രമേ അതിൽ ഇക്വേഷൻ ഉള്ളൂ. A എന്ന് പറയുന്ന സെക്കൻഡ് ടേമിനില്ല. D എന്ന് പറയുന്ന കോമൺ ഡിഫറൻസിന് സെപ്പറേറ്റ് ഇക്വേഷൻ ഇല്ല. SN ഈക്വൽ ടു 90ക്ക് ഞാൻ ഇക്വേഷൻ കൊടുത്തു. എന്താണ്? n/2 ഇൻറ്റു A പ്ലസ് N. ഓക്കെ. ഈക്വൽ ടു 90 ആണ്. n/2 എനെ ഞാൻ A ആയിട്ട് തന്നെ കൊടുത്തു. ANൻ്റെ ഇക്വേഷൻ എന്താ? ANൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ? A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D. എന്താ ANൻ്റെ ഇക്വേഷൻ? A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D. ആ ബ്രാക്കറ്റ് നമുക്ക് അങ്ങോട്ട് ഓപ്പൺ ചെയ്യാലോ. A പ്ലസ് A 2A N ഇൻറ്റു D ND മൈനസ് 1 ഇൻറ്റു D D ഈക്വൽ ടു 180. എങ്ങനെ ഇവിടെ 180 വന്നത്? ഈ ബൈ 2നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നപ്പോൾ അത് ഇൻറ്റു 2 ആയി. അപ്പം 90 ഇൻറ്റു 2 180. ഇനി
എ നമുക്കറിയാം 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു എ 2 ഇൻറ്റു എ 2 ഇൻറ്റു 2 പ്ലസ് എൻ ഇൻറ്റു ഡി 8 ആണ് 8 മൈനസ് ഡി 8 ഈക്വൽ ടു 180. ചെയ്യാം, നമുക്ക് ചെയ്യാം. എൻ ഇൻറ്റു 2 ഇൻറ്റു 2 4 ആണ്. എൻ ഇൻറ്റു 8 8 ആണ് മൈനസ് 8. ദെൻ 4 മൈനസ് 8 എന്ന് പറയുമ്പോൾ മൈനസ് 4 എന്ന് വരും. ദെൻ എൻ ഇൻറ്റു മൈനസ് 4 മൈനസ് 4n പ്ലസ് 8 ഇൻറ്റു എൻ എൻ സ്ക്വയർ ഈക്വൽ ടു 180. അഥവാ 8n സ്ക്വയർ മൈനസ് 4n പ്ലസ് 180 എന്ന് വരും. എല്ലാത്തിനെയും നമുക്കൊരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8/4 2 കിട്ടും, 4/4 1 കിട്ടും. 180യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 45 എന്ന് കിട്ടും. 180യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 4s are 16. ദെൻ റിമൈൻഡർ എത്ര ഉണ്ടാവുക? 2 ആണ് ഉണ്ടാവുക. 0 ഇറക്കി എഴുതുമ്പോൾ 20 ആവും. ദെൻ 5 4s are 20. കണ്ടോ 45. ഓക്കെ, അപ്പോൾ 2n സ്ക്വയർ മൈനസ് എൻ മൈനസ് 45 ഈക്വൽ ടു 0 എന്ന് കിട്ടും. 2n സ്ക്വയർ മൈനസ് എൻ മൈനസ് 45 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ രണ്ട് നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ മക്കളെ? നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം രണ്ട് നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. ആ നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -1 കിട്ടണം. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 45 -45 ഇൻറ്റു 2 -90 കിട്ടണം. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ -1 കിട്ടണം. ഇൻറ്റു ചെയ്യുമ്പോൾ 90 കിട്ടണം. അങ്ങനെ വരുന്ന രണ്ട് നമ്പറാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ വരുന്ന രണ്ട് നമ്പറുകൾ ഏതൊക്കെയാ? ഒന്ന് 9ഉം 9ഉം 10ഉം നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ് 9ഉം 10ഉം എടുത്തത്? 10 ഇൻറ്റു 9 90 10ന്ന് 9 പോയാൽ 1 എന്ന് പറയാം. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് നമ്മൾ 10 ഇൻറ്റു 9 എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റയടിക്ക് കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കണം കേട്ടോ. 90 കിട്ടണം. 90 കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോഴേ പറ്റുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് അടുത്തടുത്ത രണ്ട് സംഖ്യകൾ അറിയാൻ കാരണം സമ്മ് -1 കിട്ടണം. -1 വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കണം. രണ്ടും പോസിറ്റീവ് ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പ്രൊഡക്റ്റ് നെഗറ്റീവ് ആണ്. പ്രൊഡക്റ്റ് എപ്പോഴാണ് നെഗറ്റീവ് ആകുക? ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആകുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചിട്ടാണ് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുന്നത്. അപ്പോൾ അടുത്തടുത്ത സംഖ്യകളായിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ 10 ഇൻറ്റു 9 വരാൻ ചാൻസ് ഉള്ളത്. 9ഉം 10ഉം 90. 10ന്ന് 9 പോയാൽ 1. അതിൽ ആർക്ക് മൈനസ് വരും ചോദിച്ചു കഴിഞ്ഞാൽ സമ്മ് മൈനസ് വരണമെന്നുണ്ടെങ്കിൽ വലിയ സംഖ്യ നെഗറ്റീവ് വരണം. അതുകൊണ്ടാണ് 10ന് നെഗറ്റീവ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ സ്പ്ലിറ്റ് ചെയ്തു. 2n സ്ക്വയർ മൈനസ് 10n പ്ലസ് 9n മൈനസ് 45. ഫസ്റ്റത്തെ നിന്ന് ഒരു 2n ഞാൻ പുറത്തെടുത്തു. ഇവിടുന്ന് 2ഉം പുറത്തു വന്നു, എന്നും പുറത്തു വന്നു, ബാക്കി n ഉണ്ട്. ഇവിടുന്ന് 10 2 വന്നു കഴിഞ്ഞാൽ 5, എന്നും പുറത്തുണ്ട്. ഇവിടുന്ന് ഞാനൊരു 9നെ പുറത്തെടുത്തു, ബാക്കി n ഉണ്ട്. 45 9 പോയാൽ ബാക്കി 5. 45/9 5 ആണ്. ഇപ്പോൾ n-5 കോമൺ ആയില്ലേ? അപ്പോൾ n-5നെ പുറത്തെടുത്തു. അപ്പോൾ 2n + 9 ഈക്വൽ ടു 0. രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്നെങ്കിൽ n-5 ഈക്വൽ ടു 0 ആവണം, അല്ലെങ്കിൽ 2n + 9 ഈക്വൽ ടു 0 ആവണം. n-5 ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ n എത്രയായിരിക്കും? 5. അല്ലെങ്കിൽ n -9/2. അങ്ങനെ വരുമോ? ഇല്ല. ഇവിടെ നമുക്ക് n ആരേ വരുള്ളൂ? 5 വരുള്ളൂ. കാരണം നെഗറ്റീവ്, നമുക്കൊരു നമ്പർ ഒരിക്കലും നെഗറ്റീവോ അല്ലെങ്കിൽ ഫ്രാക്ഷനോ വരില്ല. അപ്പോൾ n-നെ നമ്മളിവിടെ എന്തായിട്ട് എടുക്കുക? 5 ആയിട്ടാണ് എടുക്കുക. ഇനി നമ്മൾ an കാണണം, അഥവാ a + n-1 × d. an എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ a എന്ന് പറയുന്നത് 2 കൊടുത്തു, n 5 ആണ്. 5 - 1 × d എന്ന് പറഞ്ഞാൽ 8 ആണ്. 5 എന്ന് 1 പോയാൽ 4 ആണ്. 4 × 8 32 കിട്ടും. 32 + 2 34. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ദെൻ 7th ക്വസ്റ്റ്യൻ. A8, AN 62, SN 2010 ഫൈൻഡ് n ആൻഡ് d. ആദ്യം നമുക്ക് an തന്നിട്ടുണ്ട് 62 ആണ്. എന്താ an കാണാൻ ഇക്വേഷൻ? a + n-1 × d. ഇതിൽ ആരെയാ തന്നിട്ടുള്ളത്? a-നെ തന്നിക്കണം. ആരെ തന്നിക്കണേ? a തന്നിക്കണേ. അപ്പോൾ a-യുടെ വാല്യൂ കൊടുക്കുക 8. n × d dn. -1 × d -d. ഓക്കെ, അപ്പോൾ dn - d ഈക്വൽ ടു 62. ഈ 8നെ ഞാൻ ഇപ്പുറം കൊണ്ടുവന്നു. അപ്പോൾ 62 - 8 54 കിട്ടും. dn - d എന്ന് പറഞ്ഞാൽ 54 ആണ്. ഓക്കെ, ഇനി SN ഈക്വൽ ടു 210 ആണ്.
അഥവാ n/2 ഇൻറ്റു എ പ്ലസ് എ എൻ. നമ്മൾ കംപ്ലീറ്റ് ഇക്വേഷനും എ പ്ലസ് എ എൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ n/2 ഇൻറ്റു എ പ്ലസ് എ എൻ അഥവാ n/2 ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8 ആണ്. എ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 62 ആണ്. ഓക്കെ, അപ്പോൾ 62ക്ക് 8 കൂട്ടിയാൽ 70 കിട്ടും. 62 8 70. 70ൻ്റെ പകുതി n/2 ഇൻറ്റു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ n/2 അല്ലെങ്കിൽ 7/2 ചെയ്യാം മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ. 7/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 35. അപ്പോൾ n ഈക്വൽ ടു 210/35 കിട്ടും. ഓക്കെ, 210 എത്ര? 35 ഉണ്ടെന്നാണ്. 35 എത്രയായി? 70 ആയി. ഓക്കെ, അപ്പോൾ 2 35 വന്നപ്പോൾ 70 ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 35 ആകുമ്പോൾ എത്രയാവും? 140 ആവും. ഓക്കെ, അപ്പോൾ അടുത്തൊരു 70 കൂടിയും. അപ്പോൾ 6 വരുമ്പോൾ 210 ആകൂലേ? ഇല്ലേ? 35 70 70 70 140. അടുത്തൊരു 70 കൂടിയും വരുമ്പോൾ 210 ആയില്ലേ? അപ്പോൾ 6 വരും. n കിട്ടിയ എത്രയാ? 6. ഫൈൻഡ് n ആയി 6. ഇനി dn മൈനസ് ഡി ഈക്വൽ ടു 54 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഇല്ലേ? അതിൽ n-ൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ 6d ഇൻറ്റു 6 മൈനസ് ഡി ഈക്വൽ ടു 54 അഥവാ 6d മൈനസ് ഡി ഈക്വൽ ടു 54. 6d മൈനസ് ഡി എത്രയാ? 5d വരും. 6d മൈനസ് ഡി എത്രയാ? 5d വരും. 5d ഈക്വൽ ടു 54 എന്ന് കിട്ടും. 5d 54 ആണെന്നുണ്ടെങ്കിൽ d എത്രയായിരിക്കും? 54/5 ആയിരിക്കും. എത്രയായിരിക്കും? 54/5. അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 54/5. അടുത്ത് എട്ടാമത്തെ ചോദ്യമാണ്. an ഈക്വൽ ടു 4 ആണ്, d ഈക്വൽ ടു 2 ആണ്, sn ഈക്വൽ ടു -14 ആണ്. അപ്പോൾ an നമുക്ക് തന്നു. എന്താ മക്കളെ n കാണാൻ ഇക്വേഷൻ? നമ്മളിപ്പോൾ 3 ചെയ്തില്ലേ? എന്താ n കാണാൻ ഇക്വേഷൻ? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എന്താണ് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി? അതിൽ d നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 2. ഓക്കെ, അപ്പോൾ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു 2 ഈക്വൽ ടു 4. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 2n മൈനസ് 2 എന്നാവും. 2n മൈനസ് 2. ഈ -2 ഇപ്പുറം പോകുമ്പോൾ +2 ആവും. 4 + 2 6 കിട്ടും. അപ്പോൾ a പ്ലസ് 2n ഈക്വൽ ടു 6 ഇക്വേഷൻ നമ്പർ 1. sn ഈക്വൽ ടു -14 ആണ്. അഥവാ a പ്ലസ് n/2 ഇൻറ്റു a പ്ലസ് l. n/2 ആയിട്ട് തന്നെ കൊടുത്തു. /2നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. /2 ഇപ്പുറം വരുമ്പോൾ എന്താവും? ഇൻറ്റു 2 ആവും. a പ്ലസ് ലാസ്റ്റ് ടേം a n തന്നിട്ടുണ്ട് 4 ആണ്. അപ്പോൾ a പ്ലസ് 4. ദെൻ n ഇൻറ്റു a na പ്ലസ് 4 ഇൻറ്റു n 4n ഈക്വൽ ടു -28. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇക്വേഷൻ നമ്പർ 1 a പ്ലസ് 2n ആണ്, ഈക്വൽ ടു 6 ആണ്. ദെൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് na പ്ലസ് 4n ഈക്വൽ ടു -28 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് a ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലോട്ട് പോവാണ് നമ്മൾ കേട്ടോ. a ഈക്വൽ ടു 6 മൈനസ് 2n എന്ന് കൊടുത്തു. a ഈക്വൽ ടു ഈ പ്ലസ് n ഇപ്പുറം വരുമ്പോൾ എന്താവും? -2n ആവും. ഇനി ഈ എയുടെ വാല്യൂ ഞാൻ ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുകയാണ്. na പ്ലസ് 4n ഈക്വൽ ടു -28 ആണല്ലോ. a എന്ന് പറഞ്ഞാൽ എന്താ? 6 മൈനസ് 2n. അപ്പം n ഇൻറ്റു 6 മൈനസ് 2n പ്ലസ് 4n ഈക്വൽ ടു -28. അപ്പോൾ n ഇൻറ്റു 6 6n -2 ഇൻറ്റു n ഇൻറ്റു n n² വരും അല്ലേ? n ഇൻറ്റു n n² വരും പ്ലസ് 4n ഈക്വൽ ടു -28. 6 4 10 വരും. അപ്പോൾ 10n -28 ഇപ്പുറം വരുമ്പോൾ +28. ഇനി n² നമുക്ക് അങ്ങോട്ട് പോസിറ്റീവ് ആക്കാം. അപ്പോൾ എല്ലാ പ്ലസും മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. 2n² മൈനസ് 10n -28 ഈക്വൽ ടു 0. എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ n² 10/2 5 -28ന് -14. ഇനി നമ്മളുടെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം യൂസ് ചെയ്യാം. ഓക്കെ, ആരൊക്കെയാ? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -5 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -14 കിട്ടണം. അങ്ങനെ വരുന്ന 2 നമ്പറുകളാണ് 2 ഇൻറ്റു 7. ഓക്കെ, എന്തുകൊണ്ടാണ് 2 ഇൻറ്റു 7 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നമുക്ക് -14 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഒരാൾ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സമ്മ് നെഗറ്റീവ് ആണ്, അപ്പോൾ വലിയ സംഖ്യ നെഗറ്റീവ് ആയിരിക്കും. സമ്മ് -5ഉം ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ -5ഉം ഇൻറ്റു ചെയ്യുമ്പോൾ -14 കിട്ടുന്ന 2 നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആഡ് ചെയ്യുമ്പോൾ -5ഉം ഇൻറ്റു ചെയ്യുമ്പോൾ -14 കിട്ടുന്ന 2 നമ്പർ. അപ്പോൾ ഒന്ന്
7 ഇൻറ്റു 2 14 ആണ്. 7ന് മൈനസ് കൊടുത്താൽ -7 ഇൻറ്റു 2 -14 കിട്ടും. -7 + 2 -5 കിട്ടും. വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. n² -7n + 2n -14. ഫസ്റ്റത്തിൽ നിന്ന് ഞാനൊരു n പുറത്തെടുത്തു. ഇവിടുന്ന് n പോയാൽ ബാക്കി n ഉണ്ടാവും. ഇവിടുന്ന് n പോയാൽ -7. ഇവിടുന്ന് ഞാനൊരു +2നെ പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ ഒരു n ഉണ്ട്. 14ന്ന് 2 പോയാൽ 7 മൈനസ് അവിടെ ഉണ്ട്. n - 7 കോമൺ ആണ്. അപ്പോൾ n - 7 × n + 2 = 0. അപ്പോൾ n = 7 എന്ന് കിട്ടും. എന്തുകൊണ്ടാണ് n + 2 = 0 എടുക്കാഞ്ഞ്? n + 2 = 0 ആണെന്നുണ്ടെങ്കിൽ n എന്തായിരിക്കും? -2. നമ്പർ എപ്പോഴെങ്കിലും നെഗറ്റീവ് വരുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് n + 2 എടുക്കാഞ്ഞ്. അപ്പോൾ n - 7 = 0 ആണെന്നുണ്ടെങ്കിൽ n എന്തായിരിക്കും? 7 ആയിരിക്കും. അപ്പോൾ n കിട്ടിയ എത്രയാ? 7. ഓക്കെ, n = -2 നമുക്ക് വേണ്ട. ടേക്ക് n = 7. Then a = 6 - 2n ആണ്. അതിൽ n-ന്റെ സ്ഥാനത്ത് 7 കൊടുക്കുക. അപ്പോൾ 6 - 2 × 7 6 - 14. 14ന്ന് 6 പോയാൽ 8 കിട്ടും. -8 കിട്ടും. അപ്പോൾ a എന്ന് പറയുന്നത് -8 ആണ്. ഓക്കെ, അപ്പോൾ n = 7, a = -8. അടുത്തത് 9ാമത്തെ ചോദ്യം. a = 3, n = 8, s = 192. ഫൈൻഡ് t. Sn = n/2. നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യണം. Sn = n/2 × 2a + n - 1 × t. Sn 192 ആണ്. n നമുക്ക് തന്നിട്ടുണ്ട് 8 ആണ്. അപ്പോൾ 8/2 × a ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ടേം കാണേണ്ട ആവശ്യം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തത് കേട്ടോ. a എന്ന് പറയുന്നത് 3 തന്നിട്ടുണ്ട്. n 8 ആണ്. d ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് സോൾവ് ചെയ്താൽ മതി. 8/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 × 3 6 ആണ്. 8ന്ന് 1 പോയാൽ 7d കിട്ടും. ഈ 4നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. 192നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 4 16. 3 വരും. 2നെ അറക്കി എഴുതി. 4 8 32. ശിഷ്ടം 0 കിട്ടും. അപ്പം 48. 6 + 7d. ഈ +6 ഇപ്പുറം വരുമ്പോൾ -6 ആവും. 48ന്ന് 6 പോയാൽ 42. ഈ 7നെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ അതെന്താവും? ബൈ ആവും. 42/7. 42/7 എത്രയാ? 6. കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ? d = എത്രയാണ്? 6. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്, എന്നും തന്നിട്ടുണ്ട്. d ആണ് കാണാൻ. അവിടെ നമുക്ക് ലാസ്റ്റ് ടേമിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്തത്. n/2 × 2a + n - 1 × d. അതിൽ n തന്നിട്ടുണ്ട്, a തന്നിട്ടുണ്ട്, d മാത്രം ഒരു ലെറ്റർ മാത്രമേ കാണാനുള്ളൂ അല്ലേ? പോരാത്തതിന് മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ n/2 × a + an l യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കോമൺ ഡിഫറൻസ് കാണാം. വീണ്ടും നമ്മൾ സെപ്പറേറ്റ് രണ്ടിലും യൂസ് ചെയ്യാം കേട്ടോ. യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. a തന്നിട്ടുണ്ട്, n തന്നിട്ടുണ്ട്. an-നെ നമ്മൾ a + n - 1 × d കൊടുത്താണ്ട് അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൺ l = 28, s = 144. there are total 9 terms. എത്ര ടേംസ് ഉണ്ട്? 9 ടേംസ്. അപ്പോൾ n 9 ആണ്. a കാണണം. Sn = n/2 × a + l. Sn തന്നിട്ടില്ലേ? 144 ആണ്. 144. n തന്നിട്ടില്ലേ? ടോട്ടൽ എത്ര ഉണ്ട്? 9 ഉണ്ട്. a കാണണം. l എത്രയാ? 28. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റു ഈ 9/2നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഇത് ഇവിടെ ഇൻറ്റു ആണല്ലോ. ഓക്കെ, ആ 9/2 ഇപ്പുറം വരുമ്പോൾ എന്താവും? 2/9 ആവും. പ്ലസ് ഇൻറ്റു a + d. ഇനി 144നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, 14 എത്ര 9 ഉണ്ട്? 9 9. ബാക്കി 5 വരും. 54 9 6 9 54. അങ്ങനെയാണ് ഇവിടെ 16 വന്നത്. ഓക്കെ, ദെൻ 16 × 2 32 വരും. ഇനി ഈ +28നെ അപ്പുറം കൊണ്ടുവരാം. 32ന്ന് 28 പോയാൽ 4 കിട്ടും. അപ്പോൾ a എത്രയാ? 4. a എത്രയാണ്? 4. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു 10ഓളം ക്വസ്റ്റ്യൻസുകൾ ഓരോ വാല്യൂസ് ചെയ്യാൻ ഏകദേശം ഈ 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ മക്കളെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കണം. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്, എങ്ങനെയാണ് അരിത്തമെറ്റിക് സീക്വൻസിലുള്ള ഓരോ ടേമുകളും കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ 10 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കണം. ഇതിലുള്ള ഓരോ ക്വസ്റ്റ്യനും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കിട്ടാത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം.
ഓക്കെ, അപ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ആകെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ഇക്വേഷൻ ലാസ്റ്റ് എത്തിയപ്പോൾ നമ്മൾ 2 അതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ഇക്വേഷൻ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. a+l എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ a+n/2 ഇൻറ്റു a+l അല്ലെങ്കിൽ n/2 ഇൻറ്റു a+an എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.